എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടുകൾ നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഞാൻ HSCയിലും അപേക്ഷിച്ചു, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചു, രണ്ടിലും അലോട്ട്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ അലോട്ട്മെന്റ് കിട്ടി, അപ്പോൾ എവിടെ അഡ്മിഷൻ എടുക്കണം? ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആ ഒരു HSCയിലോ VHSCയിലോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുമോ? സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കണോ, പെർമനന്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതും, ഇതുവരെ ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലോ അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നിങ്ങനെ പല വിദ്യാർത്ഥികളും പലവിധ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഹയർ സെക്കൻഡറിയിലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുമാണ് അപേക്ഷിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതിലെങ്കിലും അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ നൽകാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി ഘട്ടത്തിൽ മാത്രമാണ് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അപേക്ഷ നൽകാൻ സാധിക്കുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥിയാണ്, പക്ഷേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് അപേക്ഷ നൽകാൻ സാധിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഇനി പുതിയ അപേക്ഷയോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള അപേക്ഷയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ പുതുതായിട്ടുള്ള ന്യൂ ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റുകൾ അവസാനിക്കുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ടുള്ള അപേക്ഷ നൽകാൻ സാധിക്കില്ല. ഇനി നമുക്ക് നേരത്തെ വന്നിട്ടുള്ള സംശയങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ മാത്രം, അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമല്ല. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷനോ നേടാവുന്നതാണ്. അത് ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഹയർ സെക്കൻഡറിയിൽ ഞാനിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷൻ കിട്ടി, ഞാനവിടെ ഇപ്പോൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു, അങ്ങനെയെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മറ്റൊരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ തുടരാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ തുടരാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് ആയിട്ട് ആ ഒരു ടെമ്പററി അഡ്മിഷനെ മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു അലോട്ട്മെന്റ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് സർക്കുലർ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് എടുക്കണോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എടുക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നൽകാറുണ്ട്. അപ്പോൾ മുൻവർഷം തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു, എന്നാൽ അതിന് മുന്നത്തെ വർഷങ്ങളിൽ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവാതെ വന്നിട്ടുള്ള വർഷങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത് ഓരോ അലോട്ട്മെന്റ് വരുന്ന സമയത്തും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ കാര്യമായിട്ട്, അതായത് വളരെ ശ്രദ്ധയോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് 10ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷൻ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അതേസമയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു 10ാമതായിട്ട് ലഭിച്ച ഓപ്ഷൻ തന്നെ തുടരാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനന്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷനായിട്ട് തുടരാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയാലും സംഭവിക്കുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനോ ആണെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി എടുക്കാം അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും ഹയർ ഓപ്ഷൻസ് ഉണ്ടാവുകയും ചെയ്തു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംശയത്തിലേക്ക് വരാം. VHSCയിലും അതുപോലെ തന്നെ HSCയിലും, അത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇവ രണ്ടിലും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എവിടെയാണ് അഡ്മിഷൻ എടുക്കുക? പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ കോഴ്സ് ഉണ്ടാവില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഒരു സ്കിൽ കോഴ്സ് കൂടി ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും
പിന്നീട് ആ ഒരു ജില്ലയിലേക്ക് ഈ വർഷം അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ അപേക്ഷ നൽകുന്നതിനോ ഒരിക്കലും സാധിക്കുന്നതായിരിക്കില്ല. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ അതായത് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും. പിന്നീട് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും പിന്നീട് ഈ ഒരു സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ അവസരം നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലാണോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണോ പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളത് ഒരു പ്രത്യേകം ആ ഒരു സമയം നിങ്ങൾ ഇന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ആ ഒരു ജില്ലയിലെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കും. പിന്നീട് പുതിയൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് പിന്നീട് ചെയ്യാൻ സാധിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആ ഒരു രീതിയില്ല. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാതെ ഹയർ സെക്കൻഡറിയിൽ നേടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ചാണ് നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ളവയാണെങ്കിൽ ബയോളജി സയൻസ് ആണ്. അത് നിങ്ങൾക്ക് ഡോക്ടർ, എഞ്ചിനീയർ അതുപോലെ ഉള്ളവയൊക്കെ ആവണമെങ്കിൽ നിങ്ങൾ സയൻസ് സ്ട്രീമാണ് എടുക്കേണ്ടത്. ഡോക്ടർ ഒക്കെ ആവാനും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബയോളജി സയൻസ് ആണ് എടുക്കേണ്ടത്. അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി ഉള്ള സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് പഠിച്ച അതേ ഇക്വാലിറ്റി ആയിട്ടാണ് അതിനുണ്ടാവുക. അഡീഷണൽ മാത്സ് പഠിക്കുന്നു എന്ന് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടിയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും രണ്ടിടത്ത് കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം, അതുപോലെ ഒരു സ്ഥലത്ത് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ ഇതിൽ എവിടെയെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ എടുത്തത് പെർമനന്റ് ആണോ ടെമ്പററി ആണോ അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻസ് ഏതാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഹയർ സെക്കൻഡറിയിൽ ലഭിച്ച വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് ലഭിക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്തും അലോട്ട്മെന്റ് ലഭിക്കാം. ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ ഒന്നുകിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഘട്ടത്തിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഘട്ടത്തിലുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.